മഹാവിഷ്ണു വരാഹാവതാരം എടുത്ത കഥ അറിയാമോ? സപ്തഋഷിമാരിൽ ഒരാളായ കാശ്യപമുനിയുടെ ഭാര്യമാരായ അദിതിയിൽ നിന്നും ദേവന്മാരും ദിതിയിൽ നിന്നും അസുരന്മാരും ജനിച്ചു. ഒരിക്കൽ സന്ധ്യാവന്തന സമയത്ത് കാശ്യപമുനിയും ഭാര്യ ദിതിയും ബന്ധപ്പെടുകയും ദിതിയുടെ വയറ്റിൽ ഘോരമായ ഒരു തേജസ് രൂപപ്പെടുകയും ചെയ്തു. ഈ തേജസ്സിനെ കണ്ട് ആകുലരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ച് ഉത്കണ്ഠ അറിയിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഒരിക്കൽ ബ്രഹ്മാവിന്റെ പുത്രന്മാരായ സനകാദികുമാരന്മാർ വിഷ്ണു ദർശനത്തിനായി വൈകുണ്ഠത്തിൽ എത്തിയപ്പോൾ ദ്വാരപാലകരായ ജയവിജയന്മാർ അവരെ അകത്തേക്ക് കടത്തിവിട്ടില്ല. അതിൽ കോപം പൂണ്ട സനകാദികുമാരന്മാർ ജയവിജയന്മാരെ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ അവർ ശപിച്ചു. ശാപമോക്ഷത്തിനായി വിഷ്ണുവിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 7 ജന്മം വിഷ്ണു ഭക്തരായി ജീവിക്കുകയോ 3 വട്ടം വിഷ്ണു ശത്രുക്കളായി ജനിക്കുകയോ ചെയ്താൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് ഇളവ് കിട്ടി. പ്രിയ വിഷ്ണുവിനെ അധികകാലം പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതിനാൽ 3 ശത്രുജന്മങ്ങൾ മതി എന്ന് തിരഞ്ഞെടുത്ത ജയവിജയന്മാർക്ക് 3 ജന്മത്തിലും വിഷ്ണുവിന്റെ കൈകൊണ്ടുതന്നെ മോക്ഷം കിട്ടും എന്നും അനുഗ്രഹിച്ചു. ജയവിജയന്മാരാണ് ഇപ്പോൾ ദിതി ഗർഭത്തിൽ ഉള്ളതെന്നും ബ്രഹ്മാവ് പറഞ്ഞു നിർത്തി. പിന്നീട് ദിതി പ്രസവിക്കുകയും ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്നീ 2 അസുരന്മാർ പുറത്തുവരികയും ചെയ്തു. പരാക്രമികളായ ഇവർ ജന്മം കൊണ്ടുതന്നെ വിഷ്ണുവിരോധികളായിരുന്നു. ഇരുവരും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം നേടുകയും വരമനുസരിച്ച് ഒരു ദൈവമോ മനുഷ്യനോ അസുരനോ ദേവതയോ മൃഗമോ അവനെ കൊല്ലില്ലായിരുന്നു. അഹങ്കാരത്തോടെ 3 ലോകങ്ങളിലും പരാക്രമങ്ങൾ കാട്ടുകയും ചെയ്തു. ദൈത്യന്മാരുടെ അധിപനായി മാറിയ ഹിരണ്യാക്ഷൻ ഒരിക്കൽ സമുദ്രത്തിലേക്ക് ഇറങ്ങുകയും തിരമാലകളെ താടനം ചെയ്യുകയും ചെയ്തു. ഭേചകിതനായ വരുണദേവൻ വിഷ്ണുവിങ്കൽ അഭയം പ്രാപിച്ചു. ഇതുകൂടാതെ ഹിരണ്യാക്ഷൻ ഭൂഗോളത്തെ സമുദ്രത്തിലേക്ക് എറിയുകയും ഭൂമി പാതാളത്തിലേക്ക് താഴ്ന്നു പോകുകയും ചെയ്തു. ഇത്രയും ആയപ്പോൾ ബ്രഹ്മാവിന്റെ നാസാരന്ധ്രത്തിൽ നിന്നും ഒരു ചെറിയ പന്നിക്കുട്ടിയുടെ അഥവാ വരാഹ രൂപത്തിൽ വിഷ്ണു ഭഗവാൻ പുറത്തേക്ക് ചാടി. ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങുമ്പോൾ പന്നിയെ ഒരു മൃഗമായി പരാമർശിക്കാൻ ഹിരണ്യാക്ഷൻ മറന്നുപോയതിനാൽ ഹിരണ്യാക്ഷനെ കൊല്ലാൻ ഭഗവാൻ ഒരു പന്നിയുടെ രൂപം സ്വീകരിച്ചു. നിമിഷങ്ങൾക്കകം അത് വളർന്ന് ഒരു മഹാവരാഹമായി തീരുകയും 7 ലോകവും നടക്കുന്ന ഒരു മുരൾച്ചയോടെ സമുദ്രത്തിലേക്ക് ചാടുകയും ചെയ്തു. ആഴിയുടെ അടിത്തട്ടിൽ നിന്നും വരാഹം ഭൂമിയെ വീണ്ടെടുത്ത് തന്റെ അനന്തമായ തേറ്റകൾക്കിടയിൽ ഉറപ്പിച്ച് മുകൾ പരപ്പിലേക്ക് വരികയും യഥാസ്ഥാനത്ത് ഭൂമിയെ ഉറപ്പിക്കുകയും ചെയ്തു. ഇത് കണ്ട കോപാകുലനായ ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയോട് യുദ്ധം ചെയ്തു. 1000 വർഷങ്ങൾ നീണ്ട ഘോര യുദ്ധത്തിനൊടുവിൽ തന്റെ തേറ്റയാൽ ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ച ശേഷം വരാഹമൂർത്തി നാരായണ രൂപത്തിൽ തന്നെ ലയിക്കുകയും ചെയ്തു.